السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 207 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുസ്ലിങ്ങൾ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നതിലൂടെ അധ്വാനിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 207 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار وليجدوا فيكم غلظة واعلموا أن الله مع المتقين. وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون. وأما الذين في قلوبهم مرض فزادتهم رجسا إلى رجسهم وماتوا وهم كافرون. أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. وإذا ما أنزلت سورة نظر بعضهم إلى بعض هل يراكم من أحد ثم انصرفوا صرف الله قلوبهم بأنهم قوم لا يفقهون. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 123 മുതൽ 129 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 11-ാം ജുസ്ഇലെ 207-ാമത്തെ പേജ്, സൂറത്ത് തൗബയുടെ അവസാനത്തെ പേജാണിത്. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ഒരു സൂറ കൂടി പഠിച്ചു പൂർത്തിയാക്കാൻ ഒരു അവസരം തരികയാണ്. ബാക്കിയുള്ള സൂറകളും റാഹത്തായി പഠിച്ചു പൂർത്തിയാക്കാൻ അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മുസ്ലിങ്ങളെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്യാനൊരുങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഇനി പറയുന്നത്. മുസ്ലിങ്ങളോട് അടുത്തടുത്ത് താമസിക്കുന്ന സമീപവാസികളായ ശത്രുക്കളോടും സ്വന്തക്കാരോടുമാണ് ആദ്യം പട നയിക്കേണ്ടത്. കാരണം പരിസരവും ചുറ്റുപാടും സുരക്ഷിതമാക്കുകയാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ദൂരെയുള്ള ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ അത് പല നിലക്കും അപകടം വിളിച്ചു വരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നതൊക്കെ അങ്ങനെയാണ്. മക്ക, മദീന, തായിഫ്, ഖൈബർ ഇതെല്ലാം അതിജയിച്ച ശേഷമാണ് വേദക്കാരായ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോയത്. ഇത് ഹിജ്റയുടെ 9-ാമത്തെ വർഷമാണ്. 10-ാമത്തെ വർഷം നടന്ന പ്രധാന യാത്ര ഹജ്ജത്തുൽ വിദാന്റെ യാത്രയാണ്. അത് കഴിഞ്ഞ് 81 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം ഖുലഫാ ഉർ റാഷിദിന്റെ കാലത്ത് ശത്രുക്കളുമായുണ്ടായ ഏറ്റുമുട്ടലുകളും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഉടനെ കുറേ ആളുകൾ മുർത്തദായി മാറി, സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞു. ഇത്തരം ആളുകളോട് നടത്തിയ ആഭ്യന്തര യുദ്ധം ഒഴിച്ച് ബാക്കി ഖുലഫാ ഉർ റാഷിദിന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ തർത്തീബിലാണ്. അതായത് ആദ്യം ചുറ്റുവട്ടത്തിൽ, പിന്നെ അങ്ങനെ ദൂരേക്ക് പോയിട്ട്. അതേപോലെ തന്നെ അല്ലാഹു തആല മുഅ്മിനോട് പറയുന്ന കാര്യം, യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ ശത്രുക്കളോട് മൃദു സമീപനം സ്വീകരിക്കണ്ട. അവിടെ നിങ്ങൾ പരുഷത കാണിക്കണം. അല്ലെങ്കിലും അവിടെ സോഫ്റ്റ് കോർണർ കാണിക്കാൻ പാടില്ലല്ലോ. യുദ്ധം നടക്കുന്ന സമയത്ത് സോഫ്റ്റ് ആകാൻ പറ്റുമോ? അങ്ങനെ പിന്നെ യുദ്ധം കൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധികളൊക്കെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ
അള്ളാഹു നിങ്ങളുടെ പക്ഷത്തുണ്ടാവും, കാരണം അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയൊക്കെ സത്വിശ്വാസികളായ ആളുകളെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല ഈ കാര്യം പലയിടത്തും പറയാറുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഒരു കൽപ്പന എല്ലാ അവിശ്വാസികളോടും യുദ്ധം ചെയ്യണമെന്നല്ല. ശത്രുതയോ എതിർപ്പോ ഒന്നും കാണിക്കാത്ത സൗഹാർദ്ദത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടുന്ന അവിശ്വാസികളോട് ഏറ്റുമുട്ടാനേ പാടില്ല. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഠിനമായ ശത്രുത പുലർത്തുന്ന, കിട്ടുന്ന അവസരമെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗപ്പെടുത്തുന്ന അവിശ്വാസികളായ ശത്രുക്കളെ പറ്റിയാണ് ഇവിടെ പരാമർശം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാരി വൽയജിദൂ ഫീകും ഗില്ല വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖാതിലു, നിങ്ങൾ ഏറ്റുമുട്ടണം, അല്ലദീന, ഒരു വിഭാഗത്തോട്, യലൂനക്കും, നിങ്ങളുടെ അടുത്തുള്ള, മിനൽ കുഫാരി, കാഫിറുകളിൽപ്പെട്ട, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമീപവാസികളായ കാഫിറുകളോട് യുദ്ധം ചെയ്യണം. യലൂനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന അർത്ഥം. വൽ യജിദു, ആ കാഫിറുകൾ കാണട്ടെ, ഫീക്കും, നിങ്ങളിൽ, ഗില്ലതൻ, പരുഷത കാണട്ടെ, എന്നാൽ നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കണം അർത്ഥം. നിങ്ങൾ വീര്യവും ശൂരതയും ധൈര്യവും ഒക്കെ അവർ കാണട്ടെ. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹു നിശ്ചയം അല്ലാഹു തആല മഅൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൂടെയാണ്. എന്നാൽ നിങ്ങൾ തഖ്വ ചെയ്ത് റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അല്ലദീന യലൂനകും മിനൽ കുഫാർ, ഏറ്റവും അടുത്തടുത്ത് താമസിക്കുന്ന, അതുപോലെ സ്വന്തക്കാരായ ശത്രുക്കളോട് തന്നെയാണ് ആദ്യം പട നയിക്കേണ്ടത്. അങ്ങനെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമാണ് അവന്റെ ഈമാൻ എന്ന് കാഫിറുകൾക്ക് ബോധ്യപ്പെടണം. ആ അടുത്ത ആളുകളെ, സ്വന്തക്കാരായ മാതാപിതാക്കളാണെങ്കിലും ശരി, സഹോദരങ്ങളാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അവരൊക്കെ ഈ പറയപ്പെട്ട ഗണത്തിലുള്ള, മുസ്ലിമുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഗണത്തിലുള്ള, ശത്രുത വെക്കുന്ന ഗണത്തിലുള്ള കുടുംബക്കാരാണെങ്കിൽ അവർ വാപ്പയാണോ അമ്മയാണോ മകനാണെന്ന് നോക്കണ്ട, അവരോട് പടവെട്ടണം, ധർമ്മസമരം നടത്തണം. വലിയ ജൂഫിക്കും മുതലുള്ള അവർ നിങ്ങളിൽ പരുഷത കണ്ടെത്തട്ടെ. എന്നാൽ സത്യവിശ്വാസത്തിന്റെ പവിത്രതയും വിശ്വാസികളായ നിങ്ങൾ അതിന് നൽകുന്ന സ്ഥാനവും നിഷേധികൾ മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ ആ പരിശുദ്ധ കാരണം. അപ്പൊ ഈ ക്രമത്തിലാണ് ധർമ്മസമരം നടത്തേണ്ടത്, ധർമ്മസമരത്തിന് ഇറങ്ങേണ്ടത്. ഈ ക്രമത്തിൽ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ചരിത്രവും ഉണ്ടായിരുന്നത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം സ്വന്തക്കാരോടാണ്, ഏറ്റവും അടുത്ത ആളുകളോടാണല്ലോ പിന്നെ ഈ കാര്യം പറഞ്ഞതും സമരത്തിൽ ഏർപ്പെട്ടതൊക്കെ. പിന്നീടാണ് മറ്ററബികളിലേക്ക് കടന്നു ചെന്നത്. അതിനുശേഷമാണ് ഷാം ലക്ഷ്യം വെച്ചത്. ഷാമിലത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് സഹാബികൾ ഇറാഖിലേക്കും മറ്റൊക്കെ പോയത്. അപ്പൊ അങ്ങനെ അടുത്തടുത്ത് തുടങ്ങി ദൂരേക്ക് അങ്ങനെ പോകണം. ശരി, അടുത്ത ആയത്തുകൾ നോക്കാം. 124, 125. കപട വിശ്വാസികളായ ആളുകളുടെ ഒരു ദുഷിച്ച സ്വഭാവമാണ് ഈ പറയുന്നത്. നിഫാഖ് അല്ലെങ്കിൽ കാപഢ്യം, ഇതൊരു രോഗമാണ്. ഈ രോഗം കാരണം മനസ്സ് ദുഷിച്ചു കഴിഞ്ഞ ആളുകളാണ്. എന്താ പറയുക രീതി എന്നറിയോ? ഏതെങ്കിലുമൊക്കെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തുകൾ പുതുതായി ഇറങ്ങുമ്പോൾ അവർ സത്യവിശ്വാസികൾ നോക്കിയിട്ട് കളിയാക്കും, പരിഹസിക്കും. അപ്പോൾ അവർ പറയാറുള്ള ഒരു പരിഹാസമാക്കും. അതിന് അള്ളാഹു നൽകുന്ന മറുപടിയുമാണ് ഇനി പറയുന്നത്. എന്താണ് അവർ പരിഹസിക്കാന്നറിയോ? ഖുർആൻ കേൾക്കുമ്പോൾ ഈമാൻ കൂടുന്നാണല്ലോ നിങ്ങൾ പറയാറ്, എന്നിട്ട് ഇപ്പൊ ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആർക്കും ഈമാൻ കൂടിയോ എന്ന് മുനാഫിക്കീങ്ങൾ സത്യവിശ്വാസികളോട് കളിയാക്കിയിട്ട് ചോദിക്കും. അവർക്ക് നൽകുന്ന മറുപടി എന്താ? അല്ലാഹു തആല പറയണ അവരോട്, പിന്നെ സത്യവിശ്വാസികൾക്ക് അതുകൊണ്ട് വിശ്വാസം കൂടുക തന്നെ ചെയ്യും. മാത്രമല്ല അവരതിൽ സന്തോഷിക്കുകയും ചെയ്യും. ഒരായത്തിറങ്ങുമ്പോൾ, സൂറത്തിറങ്ങുമ്പോൾ സന്തോഷം. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള രോഗം ബാധിച്ച മനസ്സുള്ള ആളുകൾക്ക് വിശ്വാസത്തിൽ വർധന പറയും, ഈമാൻ കൂടൂല. പിന്നെന്താ? നേരെ മറിച്ച് നിങ്ങളുടെ മ്ലേച്ഛതയും വഷളത്വവും മുമ്പത്തേക്കാൾ അധികം കൂടുകയേ ചെയ്യുള്ളൂ. അങ്ങനെ അവസാനം തനി നിഷേധികളായി നിങ്ങൾ മരിക്കേണ്ടി വരും. ഇതാണ് അല്ലാഹു തആല 124 പറയുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാനാ ഫഅമ്മൽ ലദീന ആമനൂ ഫസാദത്ഹും ഈമാനാൻ വഹും യസ്തബ്ശിറൂൻ. വഇദാ മാ ഉൻസിലത് സൂറ, ഏതെങ്കിലും ഒരു ഖുർആനിക അധ്യായം അവതീർണമാകുമ്പോൾ, ഫമിൻഹും, ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ട്, മൻ, ചില ആളുകളുണ്ട്, യഖൂൽ, അവർ പറയും, അവർ കളിയാക്കി പറയും, അയ്യുക്കും, നിങ്ങളിൽ ആർക്കാണ്, സാദത്തുഹു, ഈ സൂറത്ത് വർദ്ധിപ്പിച്ചു തന്നത്,
സാദത്തുഹു വർദ്ധിപ്പിച്ചു തന്നത് ഹാദിഹി ഈ സൂറത്ത് ഈമാനിനെ. അപ്പൊ ഏതെങ്കിലും ഒരു ഖുർആനിക അധ്യായം അവതരണമാകുമ്പോ നിങ്ങൾക്കാർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന് ചില കപട വിശ്വാസികൾ പരിഹാസ രൂപത്തിൽ ചോദിക്കും. അവർ ചോദിക്കും, അയ്യുക്കും നിങ്ങൾക്ക് ആർക്കാണ് സാദത്തുഹു ഈ സൂറത്ത് ഹാദിഹി ഈ സൂറത്ത് വർദ്ധിപ്പിച്ചു തന്നത് ഈമാൻ. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ആർക്ക് ഈമാൻ കൂടിയത്? അല്ലാഹു തആല മറുപടി പറയാം, ഫഅമ്മല്ലദീന ആമനു, നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് ഫസാദത്തുഹും ഈമാന, അവർക്കത് വിശ്വാസം കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുന്നവരുമാണ്. അങ്ങനെ ആയത്തും സൂറത്തും ഇറങ്ങിയവർ സന്തോഷിക്കുന്നവരുമാണ്. എന്നാ ഇനി നേരെ മറിച്ച് നിങ്ങളുടെ അവസ്ഥ എന്താ? അതാണ് 125. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, നിങ്ങളെപ്പോലെ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, ഫസാദത്തുഹും, അവർക്ക് ഈ സൂറത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്ത്? റിജ്സൻ, മാലിന്യം, ഇലാ റിജ്സിഹിം, മാലിന്യത്തിലേക്ക്. അവർക്ക് ഇപ്പൊ നിലവിലുള്ള മാലിന്യത്തിലേക്ക് വീണ്ടും മാലിന്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ സൂറത്ത് ചെയ്തത്. എന്നാണ് അവരെ രോഗം കൂടുകയാണ് ചെയ്തതെന്നർത്ഥം. ഹൃദയങ്ങളിൽ കാപട്യ രോഗമുള്ളവർക്ക് മേൽക്കുമേൽ മാലിന്യം വർദ്ധിപ്പിക്കുകയാണ് അത് ചെയ്യുക. മാത്രമല്ല ഉമാത്തു, അവർ മരിച്ചു പോവുകയും ചെയ്യും. വഹും കാഫിറൂൻ, സത്യനിശ്ചയികളായി കൊണ്ട് തന്നെ. ഒരു സൂറ എന്നല്ല, ഒരു ആയത്ത് അവതരിപ്പിക്കുമ്പോഴും അവതരിക്കുന്ന സമയത്തും അവരുടെ മനസ്ഥിതി ഇത് തന്നെയാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ആ സൂറയുടെ അല്ലെങ്കിൽ ആയത്തിന്റെ നിലവാരം ഇടിച്ചു താഴ്ത്താനും ഇങ്ങനെ കളിയാക്കി ചോദിക്കും. ഈ സൂറത്ത് കൊണ്ട് എന്താ മെച്ചുണ്ടായതപ്പോ? ആർക്കെങ്കിലും ഇതൊരു വിശ്വാസം കൂടിയോ? എന്ത് അർത്ഥമില്ലാത്ത വാക്കുകളാണിത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പലതും കളിയാക്കി പറയും. അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികൾക്ക് ഇതിന്റെ ഓരോ സൂറയും സൂക്തവും ഫലം ചെയ്യും. അതവർക്ക് സന്തോഷാധിക്യമുണ്ടാക്കും. സത്യവിശ്വാസികൾക്ക് 2 നേട്ടമാണ്. വിശ്വാസം കൂടുകയും ചെയ്യും, സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾക്കോ കാപട്യത്തിന്റെയും സത്യനിഷേധത്തിന്റെയും ആധിക്യമാണ് ഫലം. അത് രണ്ടും വർദ്ധിക്കും. ആ സത്യനിഷേധത്തിൽ നിന്ന് മടങ്ങി വരാൻ കഴിയാതെ നിങ്ങൾ അതിൽ തന്നെ മരിച്ചു പോകും. 126 ആയത്ത് നോക്കൂ. കുറച്ചെങ്കിലും ബുദ്ധിയും തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ഈ കപടന്മാരായ ആളുകൾ ഇത്രയും അധപ്പതിക്കുകയില്ലായിരുന്നു എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. ഇടയ്ക്കിടെ അവർ പല പരീക്ഷണങ്ങൾക്കും വിധേയരാകുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും അവർ പാഠം പഠിക്കണില്ല. കുറേ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പഠിച്ചുകൂടെ ഞങ്ങളെ നന്നാക്കാനാണ് എന്തങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൂടെ? അതൊരു ചെയ്യുന്നില്ല. നോക്കാം. 126. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. അവലാ യറൗന, അവർ കാണുന്നില്ലേ? അന്നഹും, നിശ്ചയമായും അവർ യുഫ്തനൂന, പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഫീ കുല്ലി ആമിൻ, ഓരോ വർഷവും, മറത്തൈൻ ഔ മറത്തൈൻ, 1-2 പ്രാവശ്യം. മറത്ത് എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം, മറത്തിന് 2 പ്രാവശ്യം. അപ്പോൾ തീർച്ചയായും ഓരോ കൊല്ലവും 1-2 പ്രാവശ്യം തങ്ങൾ പരീക്ഷിക്കപ്പെടുന്നവർ കാണുന്നില്ലേ? സുമ്മലായ തൂബൻ, എന്നിട്ടെന്താ അവർ തോപ ചെയ്യാത്തത്? ആ പരീക്ഷണങ്ങൾ വരുമ്പോഴും മനുഷ്യൻ തോപ ചെയ്ത് മടങ്ങണ്ടേ? സുമ്മലായ തൂബൻ, പിന്നെന്താണ് അവർ ഖേദിച്ചു മടങ്ങാത്തത്? വലാഹും യദ്ദക്കറൂൻ, അവർ ആലോചിക്കുന്നില്ലല്ലോ, പാഠം ഉൾക്കൊള്ളുന്നില്ലല്ലോ. യദ്ദക്കർ എന്നൊക്കെ പറഞ്ഞാൽ പാഠം ഉൾക്കൊണ്ടു, ആലോചിച്ചു. വലാഹും യദ്ദക്കറൂൻ, അവർ ഉത്ബോധനം നേടുന്നവരാവുന്നുമില്ലല്ലോ, ചിന്തിക്കുന്നുമില്ലല്ലോ എന്നർത്ഥം. ഖേദിച്ചു മടങ്ങാനും ചിന്തിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന ഓരോ തരം പരീക്ഷണങ്ങൾ കൊല്ലത്തിൽ 1-2 ആ കപട വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും അവർക്ക് തൻ്റെ ഇടം വരാത്തത് അത്ഭുതം തന്നെ. അതാണ് അല്ലാഹു തആല പറയുന്നത്. ഈ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിശദീകരണങ്ങളും അതിനുണ്ട് കേട്ടോ. ഒന്ന്, ഈ അവരുടെ ഉള്ളുകള്ളികൾ പുറത്തു വരുന്ന സംഭവങ്ങൾ അല്ലാഹു തആല പല ഉള്ളുകളിലും പുറത്തെത്തിച്ചിട്ടുണ്ട്. അത് അവരുടെ സംബന്ധിച്ച പരീക്ഷണമാണ്. അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന മറ്റു പാഠങ്ങൾ. ഈ പരീക്ഷണം എന്താണ് എന്നത് മുഫസ്സിറുകൾ വേറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുജാഹിദ് എന്നവർ പറഞ്ഞത് ക്ഷാമവും പട്ടിണിയുമാണ് എന്നാണ്. കാരണം അങ്ങനെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ്. ക്ഷാമവും പട്ടിണി ഉണ്ടാവും. അപ്പോൾ അവർ ശരിക്കും ഖേദിച്ച് മടങ്ങേണ്ടത് ചെയ്തില്ല. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് യുദ്ധവും ധർമ്മസമരവുമാണ് എന്നാണ് ഉദ്ദേശം. അതായത് ഒരു കൊല്ലത്തിൽ 1-2 തവണ അവർ പരീക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ കൊല്ലത്തിൽ 1-2 തവണ യുദ്ധത്തിന് അവർക്ക് പോകേണ്ടി വരുന്നുണ്ട്. കാരണം യുദ്ധം എന്ന് പറഞ്ഞത് അവർക്ക് വലിയ തലവേദനയായിരുന്നു. യുദ്ധത്തിന് പോകാന്നുള്ളത് വലിയ തലവേദന. കാരണം എന്താ? യുദ്ധത്തിന് പോകാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അവരെ ആക്ഷേപിക്കും, മുനാഫിക്കാണെന്ന് പറയും. അല്ലേ, മുനാഫിക്കാണ് ഉത്തരവുത്തും. ഈ പോയാലോ വെറുതെ സാമ്പത്തിക നഷ്ടം, അപകടങ്ങളും മരണവും ഒക്കെ സംഭവിക്കുകയും ചെയ്യും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ യുദ്ധം എന്ന് പറയുന്നവർക്ക് വലിയ തലവേദനയായിരുന്നു. ഇതാണ് പരീക്ഷണങ്ങൾ എന്നാണ് ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ പക്ഷം. ആയിക്കോട്ടെ.
പിന്നെ ഇമാം മുഖാത്തിർ റളിയല്ലാഹു അൻഹു പറയുന്നത് വേറൊരു അഭിപ്രായമാണ്. അതായത് ഖുർആനിലൂടെയും മറ്റുമൊക്കെ അവരുടെ മുഖം മൂടി ഭരിച്ചു കയറുന്ന കാര്യമാണ് ഇവിടെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞത്. അത് പലപ്പോഴും അവർ ഉള്ളുകളികളൊക്കെ അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പരീക്ഷണം തന്നെയാണ്, അല്ലേ, ഉള്ളുകളി പുറത്താകല്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഈ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് രോഗങ്ങളാണ് എന്നാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ കൊല്ലത്തിൽ 1-2 തവണ അവർക്ക് വന്നിരുന്നു. പക്ഷെ അതൊന്നും അവരെന്തായില്ല, അവർ ഖേദിച്ചു മടങ്ങാൻ അത് ഉപയോഗപ്പെടുത്തിയില്ല, അവർ ചിന്തിച്ചില്ല, മനസ്സിലാക്കിയില്ല. 127-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുനാഫിക്കുകളെ ആക്ഷേപിക്കുകയും അവരുടെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ആയത്തുകൾ ഇറങ്ങുമ്പോൾ അവരുടെ സ്വഭാവം എന്താണെന്നറിയോ? അവരിങ്ങനെ മുഅ്മിനീങ്ങൾ ആരെങ്കിലും അവരെ നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിച്ചിട്ട് എല്ലാ സദസ്സിനും എന്താവും, സ്കൂട്ടാവും. മുഅ്മിനീകൾ അവരെ വീക്ഷിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആദ്യം അങ്ങോട്ടും കൂടെ നോക്കും. കണ്ണോടൊക്കെ കണക്ക് ആംഗ്യം കാണിച്ചിട്ട് നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് ആരും കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്താവും അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ്. അതാണ് 127 പറയുന്നത്. കാരണം അവർക്ക് പേടിയാണ്. ഈ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ മുനാഫിക്കുകളാണ് എന്ന് മുഅ്മിനീങ്ങളെ ആളുകൾ നോട്ട് ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മെല്ലെ അവിടെ നിന്ന് ഒഴിവാകും. സത്യം മനസ്സിലാക്കാൻ ഒരു തയ്യാറും അവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നർത്ഥം. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ നളറ ബഅദുഹും ഇലാ ബഅദിൻ ഹൽ യറാകും മിൻ അഹദിൻ സുമ്മ ഇൻസറഫു സറഫല്ലാഹു ഖുലൂബഹും ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഏതെങ്കിലും ഒരു സൂറത്ത് അവതീർണമായാൽ, എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരെ കുറിച്ച് പറയുന്ന സൂറത്തുകളൊക്കെ ആയിക്കോട്ടെ, എന്താ സംഭവിക്കുക? നളറ നോക്കും, ബഅദുഹും അവരിൽപ്പെട്ട ചിലർ, ഇലാ ബഅദിൻ മറ്റു ചിലരിലേക്ക്, എന്നാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്താ നോക്കുന്നത്? ഹൽ യറാകും മിൻ അഹദിൻ, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇവർ അങ്ങോട്ട് പരസ്പരം ഇങ്ങനെ കണ്ണോട് ആംഗ്യം കാണിച്ചിട്ട് നോക്കും. എന്നിട്ട് സറഫു അവിടെ നിന്ന് പോവുകയും ചെയ്യും. ആ സദസ്സിനെ പുറത്തു പോവുകയും ചെയ്യും. ഇനി ഇവർക്ക് പേടിയുണ്ട്, ആരെങ്കിലും കണ്ട് പുറത്തേക്ക് പോയാൽ ഇവർ മുനാഫിക്കാണെന്ന് ആൾക്കാർ പറയില്ല. കാരണം രാജ്യത്തിന് അവരെ കുറിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാതെ അവിടുന്ന് പുറത്തു പോകുമ്പോൾ അപ്പൊ ഈ പോണ ആളെ കുറിച്ചാണ് ഈ സൂറത്ത് ഇറങ്ങിയതെന്ന് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ മുഅ്മിനീങ്ങളെ നോട്ടപ്പുള്ളി ആവില്ലേ? അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മെല്ലെ അതിൻ്റെ അടിയിൽ നിന്ന് പോകും. അല്ലാഹു തആല പറയാണ്, സറഫല്ലാഹു ഖുലൂബഹും, അല്ലാഹു തആല അവരുടെ ഖൽബുകളെ വ്യതിചലിപ്പിച്ചിരിക്കുകയാണ്. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ വസ്തുത മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറില്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ ഖൽബുകളെ അല്ലാഹു തആല തിരിച്ചുവിട്ടിരിക്കുകയാണ്, വ്യതിചലിപ്പിച്ചിരിക്കുകയാണ്. സത്യവിശ്വാസികളെ ആൾക്ക് ഖുർആൻ അവതരിച്ച് കേൾക്കുന്നത് സന്തോഷമാണ്, ആവേശമാണ്. പക്ഷേ കപടവിശ്വാസികൾക്ക് പേടിയും വെറുപ്പും പ്രതിഷേധവുമാണ് ഉണ്ടാവുക. നമ്മൾ തൊട്ട് പറഞ്ഞല്ലോ, അതിൻ്റെ പ്രകടമായ രൂപമാണ് ഈ പറയുന്നത്. ഖുർആൻ അവതരിക്കുമ്പോൾ അത് കേട്ട് ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ ക്ഷമ വരാതെ സദസ്സിൽ എഴുന്നേറ്റ് പോകും. അങ്ങനെ പോകുമ്പോൾ നബിയോ സഹാബത്തോ ഞങ്ങളെ നോട്ട് ചെയ്യുമെന്ന് പേടിയുണ്ടാവും. അങ്ങനെ പോകുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പരസ്പരം തമ്മിൽ നോക്കും. കണ്ണുകൊണ്ട് മറ്റുമൊക്കെ ആംഗ്യം കാണിച്ചിട്ട് ഗോഷ്ഠികൾ കാണിച്ചിരുന്ന സ്ഥലം വിടുക. ഖുർആൻ കേൾക്കുന്നതിന് വെറുപ്പാണ് അവർക്ക്. അതിനു പുറമെ അവരുടെ തന്നെ ഉള്ളുകളിലും തുറന്നു കാട്ടുന്ന ആയത്തുകളാവും പ്രത്യേകിച്ച് അവർക്ക് വെറുപ്പാവുമല്ലോ. സറഫല്ലാഹു ഖുലൂബഹും ബിഅന്നഹും ലാ യഫ്ഖഹൂൻ, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് അവർക്കെതിരെയുള്ളൊരു ദുആയാവാം, ഒരു പ്രാർത്ഥനാ വാക്യവും ആവാം. അങ്ങനെ ഇതിന് അർത്ഥമുണ്ട് കേട്ടോ. അതായത് അറബിയുടെ ശൈലിയാണ്. അപ്പം എന്തായിരിക്കും എൻ്റെ അർത്ഥം? അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിടട്ടെ എന്നായിരിക്കും. രണ്ടായാലും ആശയം ഒന്ന് തന്നെയാണ്. അതായത് എന്ത് തന്നെ കണ്ടാലും കേട്ടാലും കാര്യം ഗ്രഹിക്കാത്ത ഹൃദയങ്ങളാണ് അവരുടേത്. ചിന്തിക്കാനോ ആലോചിക്കാനോ അവർ തയ്യാറില്ല. അതാണ് ഈ തിരിഞ്ഞുപോക്കിനും തിരിച്ചുവിടലും കാരണം എന്ന് ചുരുക്കം. 128-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഈ സൂറ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രയാസകരമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നിയാക്കാവുന്ന കാര്യങ്ങളാണ് ഇതുവരെ അല്ലാഹു തആല പറഞ്ഞത്, അല്ലേ? പ്രതിരോധ യുദ്ധത്തിന് ഇറങ്ങണം, സ്വന്തം ശരീരം അള്ളാഹുവിൻ്റെ വഴിയിൽ അർപ്പിക്കണം, സമ്പത്ത് ചെലവഴിക്കണം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കണം, അവിടുത്തെ അനുധാവനം ചെയ്യണം, ആ നേതൃത്വത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കണം. ഇങ്ങനെ ചിലപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രയാസം തോന്നുന്ന കുറേ കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞത് ഇതൊന്നും ശരിയായ മുഅ്മിനിന് പ്രയാസകരമായി തോന്നേണ്ട കാര്യമില്ല. ശരിക്കും മനസ്സിലാക്കിയാൽ ഇതൊന്നും ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല. ഈ പറഞ്ഞതും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് ഈ കൽപ്പനകളെല്ലാം നിങ്ങളുടെ തന്നെ നന്മക്കും ഗുണത്തിനും വേണ്ടിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഓരോ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും യുക്തിസഹമാണ്, അർത്ഥവത്താണ്,
പ്രയാസകരമായ നിയമങ്ങളും കൽപ്പനകളും അടിച്ചേൽപ്പിച്ച് അനുയായികളെ കഷ്ടപ്പെടുത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടാവില്ല. കാരണം ഇനിയുള്ള ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കിതൊക്കെ പഠിപ്പിച്ചു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളാണ്, നിങ്ങളുടെ നന്മയിൽ അതീവ താല്പര്യമുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ അവിടുത്തെ പറ്റി പല വിശേഷണങ്ങൾ എടുത്തു പറയണം. അതുകൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, നിങ്ങളെ കഷ്ടപ്പെടുത്തണമെന്ന നിനക്ക് നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പറഞ്ഞു തരൂല്ല. പിന്നെ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ തന്നെ നന്മക്ക് വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ നന്മയിൽ അതിയായി താല്പര്യപ്പെടുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയത്ത് പഠിച്ചിട്ട് നമുക്ക് പിന്നെ വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, റസൂലൻ, ഒരു പ്രവാചകൻ, മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള, സ്വന്തത്തിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി, ആ പ്രവാചകന് അസഹനീയമാണ്, മാ അനിത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മാ അനിത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രവാചകന് അസഹ്യമാണ്. അസീസുൻ, അസഹ്യമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. എന്ത്? അലൈഹി, ആർക്ക്? ആ പ്രവാചകന്. എന്താണ് സഹിക്കാൻ കഴിയാത്തത്? മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തും ആ പ്രവാചകനെ സഹിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ സന്മാർഗപ്രാപ്തിയിൽ അതീവ താല്പര്യമുള്ളയാളാണ്. ഹരീസുൻ, അത്യാഗ്രഹിയാണ്, അതിയായി ആഗ്രഹിക്കുന്ന ആളാണ്. എന്തിന്? അലൈക്കും, നിങ്ങൾക്ക് ഗുണമുണ്ടാവണമെന്ന്, നിങ്ങൾ സന്മാർഗത്തിലാവണമെന്ന്, നിങ്ങൾക്ക് നന്മയുണ്ടാവണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഹരീസ് എന്ന് പറഞ്ഞാൽ അത്യാർത്ഥിയുള്ള ആളാണെന്ന് പറയും. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് റഊഫുൻ, അലിവുള്ള ആളാണ്, കനിവുള്ള ആളാണ്. റഹീമുൻ, ദയാലുവാണ്. മുഅ്മിനീങ്ങളോട് റഊഫാണ്, നല്ല കനിവുള്ള ആളും അലിവുള്ള ആളുമാണ്, ദയയുള്ള ആളാണ്. റഹീമുൻ, മുഅ്മിനീങ്ങളുടെ കാരുണ്യം ചൊരിയുന്ന ആളുമാണ്. റഊഫ് എന്ന് പറഞ്ഞാൽ ദയാലു, അല്ലേ? കനിവുള്ളവൻ, അലിവുള്ള എന്നൊക്കെ പറയും. ഖുർആന്റെ അഭിസംബോധിതരിൽ ആദ്യത്തെ ടീം അറബികളാണ്. അതുകൊണ്ടാണ് അവരോട് ഒന്നാമതായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല അതൊക്കെ പറയുന്നത് എന്നതിനുള്ള കാരണം, ഒന്നാമതായി പറയുന്നത് എന്താണ്? നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രവാചകരാണ്. മിൻ അൻഫുസികും ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവരാണ്. അറബികളായ നിങ്ങളിൽപ്പെട്ടൊരു വ്യക്തി, ഭാഷയും അറബി തന്നെയാണ്. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും, അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ അയച്ചവനത്രേ അല്ലാഹു. അക്ഷരജ്ഞാനമില്ലാത്തവർ നിന്നാൽ അറബികളെ സംബന്ധിച്ചു. അറബികളാകട്ടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗോത്രമായ ഖുറൈശികൾക്ക് മറ്റെല്ലാ ഗോത്രങ്ങളുമായും രക്തബന്ധവും കുടുംബബന്ധവും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാ അറബികളുമായും ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അറബികളുമായും ബന്ധമുള്ള ആൾ തന്നെയാണ്. കാരണം അവിടുത്തെ ഗോത്രമായ ഖുറൈശിന് എല്ലാവരുമായും ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്. അപ്പൊ പിന്നെ അവിടത്തേക്കും എല്ലാവരുമായും കുടുംബ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽപ്പെട്ട ആൾ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടല്ലോ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിന്ന് അല്ലാഹു തആല ഇസ്മായിലിനെ തിരഞ്ഞെടുത്തു അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയുടെ മക്കളിൽ നിന്ന് അലൈഹിസ്സലാം ബനൂ കിനാനയെ തിരഞ്ഞെടുത്തു. ബനൂ കിനാനയിൽ നിന്ന് ഖുറൈശികളെ തിരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്ന് ബനൂ ഹാഷിമിനെ തിരഞ്ഞെടുത്തു. ബനൂ ഹാഷിമിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാവരുമായും ബന്ധമുള്ളതാണ്, അവരിൽപ്പെട്ടവരാണ്. ഒരാൾ നേതാവാകണമെങ്കിൽ അയാൾ ആദ്യം അംഗീകരിക്കേണ്ടത് സ്വന്തക്കാരും അടുത്ത ബന്ധുക്കളുമാണല്ലോ. എങ്കിലല്ലേ പുറം ലോകം അംഗീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിന് സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ആദ്യം താങ്കൾ കുടുംബങ്ങളെ പ്രബോധനം ചെയ്യുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതനുസരിച്ചാണ് അവിടുന്ന് ചെയ്തത്. ആദ്യം അടുത്ത ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു. ഖുറൈശ്, ബനൂ ഹാഷിം, ബനൂ മുത്തലിബ്, ഇവരൊക്കെ അങ്ങനെയാണ് ക്ഷണിച്ചത്. പിന്നീട് അറേബ്യൻ ഉപദ്വീപിലെ തന്നെ മറ്റു അറബികളെ ക്ഷണിച്ചു. ശേഷം അയൽ രാജ്യങ്ങളിലേക്ക് ചെന്നു, അയൽ ഭൂഖണ്ഡങ്ങളിലേക്ക് ചെന്നു. സ്വഹാബികൾ വഴി അവിടേക്ക് ഇസ്ലാം ചെന്നെത്തി. ഈ മഹത്വത്തിൻ്റെ എല്ലാം ഒരു പങ്ക് അറബികൾക്കാണ്. കാരണം അവരിലൂടെയാണ് ലോകം ഈ സത്യസന്ദേശം ഏറ്റുവാങ്ങിയത്. അതാണ് ഒന്നാമത്തെ വിശേഷം, മിൻ അൻഫുസികും. രണ്ടാമത്തത് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അവിടത്തേക്ക് വളരെ അസഹ്യമാണ്. മൂന്നാമത്തത് ഹരീസുൻ അലൈക്കും, നിങ്ങളെപ്പറ്റി
വല്ലാത്ത താല്പര്യമുള്ള ആളാണ്. നിങ്ങൾ നന്നാവണമെന്ന്, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന്, നിങ്ങൾ ഹിദായത്തിലാവണമെന്ന് വല്ലാതെ താല്പര്യപ്പെടുന്ന ആളാണ്. നിങ്ങൾ ദുർമാർഗത്തിൽ പതിച്ച് നരകത്തിൽ പോകുന്നത് വലിയ പ്രയാസമാണ്. ശിക്ഷകൾക്ക് പാത്രീഭൂതരാകുന്ന വലിയ പ്രയാസമാണ്. എല്ലാവരും സന്മാർഗം നേടി വിജയികളായി തീരണമെന്ന് വളരെയധികം മോഹിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഇത്തരം നിയമങ്ങൾ, കണിശമായ നിയമങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അങ്ങനെ ഒരു എക്സ്ക്യൂസും നൽകാതെ, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാതെ സത്യത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ ആ പ്രവാചകൻ ക്ഷണിച്ചു എന്ന് വരും. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങൾ നന്നാവണമെന്ന് അധികം താല്പര്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ചില നിയമങ്ങൾ ആ പ്രവാചകൻ പറയുന്നത്. വിശ്വാസമതം അങ്ങനെയായിരുന്നു എന്നാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് വരാത്തത് കാരണം, അല്ലെങ്കിൽ ഹിദായത്തിൽ എത്താത്തത് കാരണം വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ അള്ളാഹു തആല നബിയെ ആക്ഷേപിച്ചിട്ട് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അങ്ങനെ എന്തിനാ ഓവറായി സങ്കടപ്പെടുന്നത്, അത്രത്തോളം വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകളില്ലേ. ലഅല്ലക ബാഖിഉൻ നഫ്സക്, അള്ളാഹു തആല പറയാണ്, നിങ്ങളത് ആലോചിച്ചിട്ട് ഈ ആളുകൾ ദീനിലേക്ക് വരാത്തത്, ഹിദായത്തിലേക്ക് എത്താത്തത് കാര്യം അത് സങ്കടപ്പെട്ട്, ഓവറായി സങ്കടപ്പെട്ട് നിങ്ങളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തിയേക്കാം നബി, അത്രയും നിങ്ങൾ സങ്കടപ്പെടുന്നു, എന്തിനാണ് സങ്കടപ്പെടുന്നത്, അത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വിശ്വാസമൊത്തങ്ങൾ അത്രയും താല്പര്യമുള്ള ആളായിരുന്നു എന്നർത്ഥം. ഒരു ഹദീസിലുണ്ട്, അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ ഉദാഹരണം ഒരു മനുഷ്യൻ്റേതുപോലെയാണ്. അയാൾ ഒരു തീ കത്തിച്ചു. ആ തീ കത്തിച്ചിട്ട് ചുറ്റുഭാഗം പ്രകാശിച്ചപ്പോൾ പാറ്റകളും പ്രാണികളും അതിൽ വന്ന് വീഴാൻ തുടങ്ങി. ഈ വരുന്ന പാറ്റകളെയും പ്രാണികളെയും ഈ കത്തിക്കുന്ന ആളിങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വീഴാതിരിക്കാൻ. പക്ഷേ അയാളെ തോൽപ്പിച്ച് ആ പാറ്റകൾ തിക്കിയും തിരക്കുകയും ആ തീയിൽ വന്ന് ചാടുന്നുണ്ട്. ഇതേപോലെയാണ് ഞാൻ, നിങ്ങൾ നരകത്തിൽ വീഴാതിരിക്കാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് തടഞ്ഞു നിർത്തുകയാണ് ഞാൻ, പക്ഷെ നിങ്ങളോ അതിൽ തിക്കിത്തിരക്കി ചാടാൻ വെമ്പൽ കൊള്ളുകയാണ്. നാലാമതായി പറയുന്ന ഗുണം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് വളരെ ദയയുള്ള, കരുണയുള്ള ആളാകുന്നു. റഊഫൻ എന്ന് പറഞ്ഞാൽ ദയയുള്ള ആളാകുന്നു. വല്ലാത്ത റഹീമാണ് വിശ്വാസം അല്ലേ. എത്രയോ സംഭവങ്ങളുണ്ട്. അനുയായികൾ വല്ലാത്ത കാരുണ്യമാണ്. അപ്പൊ ഇപ്പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കാൻ പുറപ്പെട്ടാൽ തീരുവില്ല, കുറേ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തന്നെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെയായിരുന്നു. അനുയായികളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനും അനന്തമായ കാലം സ്വർഗീയ സുഖങ്ങൾ ആസ്വദിപ്പിക്കാനുമാണ് അവിടുന്ന് ഇത്തരം മതകൽപ്പനകളൊക്കെ പഠിപ്പിച്ചത്. വാത്സല്യനിധിയായ ഒരു പിതാവിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു ഡോക്ടറിൻ്റെ സ്ഥാനം, അതേപോലെയാണ് ഇക്കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വാപ്പയും ഉമ്മയും ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കാര്യങ്ങൾ പറയില്ലല്ലോ. ഒരു ഡോക്ടർ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ കാര്യങ്ങൾ പറയില്ലല്ലോ. ചിലപ്പോൾ പ്രത്യക്ഷത്തിലാ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ നമ്മളെ നന്മക്ക് വേണ്ടിയായിരിക്കും പറയുന്നത്. ഇനി നമ്മൾ 129 ആയത്തിലേക്ക് കടക്കുകയാണ്. ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അവസാനത്തെ ആയത്താണ്. ഖുർആനിൻ്റെ സത്യസന്ദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കപട വിശ്വാസികൾ, കാഫിരീങ്ങൾ, സത്യനിഷേധികൾ, മുശ്രിക്കീങ്ങൾ, ഇവരോടൊക്കെയാണ് ഖുർആൻ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടും, ചിന്തിക്കാനും മനസ്സിലാക്കാനും പാകത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ അങ്ങയെ അംഗീകരിക്കുന്നില്ല എങ്കിൽ താങ്കൾ ഒട്ടും പരിഭവപ്പെടേണ്ട, താങ്കൾ പരിഭവിക്കേണ്ടതില്ല. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാളായിട്ടും അങ്ങയെ അനുസരിക്കാതെ പിന്മാറുകയാണെങ്കിൽ അതിൽ താങ്കൾ വ്യസനിക്കേണ്ട. എല്ലാ കാര്യത്തിലും എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞ് സമാധാനിച്ച് കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിച്ചേക്കും. ഞാനില്ല നിങ്ങളൊക്കെ, അവൻ നിങ്ങൾ അംഗീകരിക്കാതിരിക്കണം, ഞാൻ നിങ്ങളെ കൂടെയുണ്ട്, എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ താങ്കളുടെ ദൗത്യം ജയിക്കാനോ സ്വന്തം സുരക്ഷിതത്വത്തിനോ മറ്റോ ഈ പറയപ്പെട്ട ആരുടെയും ആശ്രയം വേണ്ട, അതിന് അള്ളാഹു മതി. അക്കാര്യം താങ്കൾ ഉറക്കെ പറയണം. എന്താണ് പറയേണ്ടത്? എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ ഒരു ഇലാഹില്ല, അവൻ്റെ മേൽ ഞാൻ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നു, അവൻ മഹോന്നതനായ അർശിന്റെ ഉടമസ്ഥനാണ്. ഇങ്ങനെ പറഞ്ഞേക്കൂ. ആയത്ത് നോക്കാം അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഫഇൻ തവല്ലൂ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവർ പിന്മാറുകയാണെങ്കിൽ, ഫഇൻ തവല്ലൂ ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, ഫഖുൽ അങ്ങ് പ്രതികരിച്ചേക്കൂ, നബിയെ അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ, ഹസ്ബി അല്ലാഹ്
എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ, അല്ലാഹു തആല, റബ്ബുൽ അർശിൽ അദീം, മഹോന്നതമായ അർശിന്റെ അധിപനാണ്, മഹോന്നതമായ അർശിന്റെ ഉടമസ്ഥനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ വേറെ ആരുടെയും ആശ്രയമോ സഹായമോ അല്ലാഹുവിന് ആവശ്യമില്ല. അതേപോലെ തന്നെ വഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്, അഥവാ സർവപ്രപഞ്ചത്തിന്റെ ഭരണാധിപനും ഉടമസ്ഥനും അവൻ മാത്രമാണ്. എന്നിരിക്കെ ആരാധിക്കപ്പെടാനും കാര്യങ്ങൾ അർപ്പിക്കപ്പെടാനുമുള്ള അർഹത അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. അതുകൊണ്ട് ഞാനെല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു. ഈ സൂറയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഖുർആൻ ക്രോഡീകരിച്ച സമയത്ത് ഏറ്റവും അവസാനമായി മുസ്ഹഫിൽ ചേർത്തതും ഈ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകൾക്ക് വലിയ പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമുണ്ട്. രാവിലെയും വൈകുന്നേരവും പതിവാക്കേണ്ട ആയത്തുകൾ കൂടിയാണിത്. ലഖദ് ജാഅക്കും മുതൽ അവസാനം വരെ അത് പതിവാക്കുമ്പോൾ ആ ലഖദ് ജാഅക്കും എന്ന ആയത്ത് ഒരു പ്രാവശ്യവും ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം എന്നത് അതൊരു ദിക്റായിട്ട് 7 പ്രാവശ്യം ചൊല്ലുക, രാവിലെയും വൈകുന്നേരം. ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം എന്ന ദിക്ർ രാവിലെയും വൈകുന്നേരം 7 പ്രാവശ്യം ചൊല്ലിയാൽ ഒരുപാട് ഗുണഫലങ്ങൾ, അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും പലതിൽ നിന്നുള്ള കാവലുമൊക്കെ ലഭിക്കും. അപകടങ്ങളും ആപത്തിലും മുസീബത്തിലും ഒക്കെ, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് നീക്കത്തിലും ഒരുപാട് ഗുണങ്ങളും നന്മകളും പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ആയത്താണ് എന്ന ഉദ്ദേശിച്ചിട്ട് ഖുർആൻ ഒരു കൂലി കൊടുക്കും അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് പതിവാക്കുക. ഈ 2 ആയത്തുകൾ ഖുർആൻ ക്രോഡീകരിച്ച സമയത്ത് ഏറ്റവും അവസാനമായി മുസ്ഹഫിൽ ചേർത്ത 2 ആയത്തുകളാണ്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണം നടന്നല്ലോ. അന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. മഹാനവറുകൾ അത് ക്രോഡീകരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അദ്ദേഹം പറയാണ്, ഖുസൈമത്തുൽ അൻസാരി എന്ന സഹാബിയുടെ കയ്യിൽ നിന്ന് എനിക്ക് 2 ആയത്തുകൾ കിട്ടി. അതായത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്തും ഈ പറയപ്പെട്ട ഫൈൻ തവല്ല എന്ന ആയത്തും. വേറെ ആരുടെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടിയിരുന്നില്ല. ഖുസൈമയുടെ കയ്യിൽ നിന്ന് മാത്രം എന്ന് പറഞ്ഞത് എഴുത്ത് കോപ്പിയെ പറ്റാണ്. എഴുതി വെച്ചത് മൂപ്പരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരുപാട് ആളുകൾ ഹൃദയത്തിൽ കാണാപ്പാറുണ്ട്. മറ്റു മുഴുവൻ സൂക്തങ്ങളും ചുരുങ്ങിയത് 2 എഴുത്തുരേഖകൾ കണ്ടെത്തിയ ശേഷമേ ഖുർആൻ ചേർത്തിരുന്നുള്ളൂ. അതാ ഖുർആൻ ക്രോഡീകരിച്ച സമയത്ത് എല്ലാ ആയത്തുകളും ഖുർആനിൽ ചേർത്തത് 2 എഴുത്ത് കോപ്പികൾ, 2 രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ കിട്ടിയതിന് ശേഷം ഉൾപ്പെടുത്തുള്ളൂ. പക്ഷെ ഈ 2 ആയത്തുകൾ ഒരാളെടുത്ത് മാത്രമേ എഴുതിയതായിട്ടുണ്ടായിരുന്നുള്ളൂ. എഴുതിയ രേഖ ഹാർഡ് കോപ്പി ആയിട്ട് ഹുസൈമത്തുൽ അൻസാരി എന്നവരുടെ കയ്യിൽ മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് ഇത് ഖുർആൻ ചേർത്തത്. എന്നാൽ മറ്റുള്ള ആയത്തുകളൊക്കെ 2 ആളെടുത്ത് കിട്ടിയാലേ ചേർക്കുള്ളൂ. വിശ്വാസം അത് ഉറപ്പിക്കാൻ വേണ്ടി, ഖുർആൻ പെട്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ആയത്തുകളെ പറ്റി ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. അവർ പറയാറുണ്ട്, വേണ്ടത്ര തെളിവുകളും സാക്ഷികളും ഇല്ലാതെയാണ് ഈ 2 ആയത്തുകൾ ഖുർആനിൽ ചേർത്തത്, അതുകൊണ്ട് ഈ 2 ആയത്തുകൾ ഖുർആനിൽ പെട്ടതല്ല എന്ന് പറഞ്ഞു പരത്തുന്ന ചില ആളുകളുണ്ട്. കാര്യമറിയാതെ വെറുതെ തട്ടിവിടുക. നമ്മൾ ശ്രദ്ധിക്കുക, 2 ഹാർഡ് കോപ്പി, 2 എഴുത്ത് കോപ്പിയുടെ അഭാവം ഈ പറഞ്ഞ 2 ആയത്തുകളുടെ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു സഹാബിയും അഭിപ്രായപ്പെട്ടിട്ടില്ല. അന്നിപ്പോൾ ഈ സഹാബികൾക്കത് കണ്ടിട്ടുണ്ടല്ലോ. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് വല്ലതും ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുവന്ന് തരണമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പിന്നെ ഖുർആൻ ക്രോഡീകരണം നടക്കുന്ന സമയത്ത് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നതൊന്നും തന്നെ 2 സാക്ഷികളില്ലാതെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഹുസൈമത്ത് ബിൻ സാബിത്ത് എന്ന് പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, അല്ല നിങ്ങൾ 2 ആയത്ത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുസൈമ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, ലഖദ് ജാഅക്കും എന്ന ആയത്തും ഫൈൻ തവല്ലു എന്നുള്ള ആയത്തും, ഈ 2 ആയത്തുകൾ ഓതി. അപ്പോൾ ഇത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വേറൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഹുസൈമ റളിയല്ലാഹു അൻഹു 2 ആയത്തുകൾ സമർപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്രേ, ഇതിന് സാക്ഷിയായി നിന്റെ കൂടെ ആരുണ്ട്?
ഹുസൈമാർ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അള്ളാഹു തന്നെ സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ഞാനും ഇത് കേട്ടിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. കണ്ടോ, ഞാനും ഇത് കേട്ടിട്ടുണ്ട്. വേറെ നിവേദനത്തിൽ ഇങ്ങനെ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറഞ്ഞത്രേ, നിന്നോട് ഒരിക്കലും തന്നെ ഈ 2 ആയത്തുകൾക്ക് ഞാൻ തെളിവ് ആവശ്യപ്പെടുന്നില്ല, കാരണം ഇങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടതെന്നല്ല പറഞ്ഞത്. അപ്പോ എഴുതപ്പെട്ട രേഖ ഒന്ന് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന കാരണം കൊണ്ട് മാത്രം ഇത് ഖുർആനിൽപ്പെട്ടതാ, പിന്നെ എന്താണ് ഇതിന് തെളിവില്ലാന്ന് പറയാൻ പറ്റില്ല. എന്തേ മനസ്സിലാക്കേണ്ടതുള്ളൂ, എഴുതപ്പെട്ട രേഖ ഒന്ന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എഴുതപ്പെട്ട രേഖയായി ഈ ഒരു രേഖ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മാത്രമല്ല സെയ്ദ് ബിൻ സാബിത്ത്, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹുസൈമ റളിയല്ലാഹു അൻഹു, ഒട്ടേറെ സഹാബികൾക്ക് 2 ആയത്തുകൾ മനഃപ്പാടമായിരുന്നു, കാണാപ്പാടമായിരുന്നു. എല്ലാ ഹൃദയത്തിലും ഇതുണ്ട്. എഴുതപ്പെട്ട രേഖ ഒന്നേ ഉള്ളൂ, അത് കിട്ടിയിട്ടുള്ളൂ. ഈ പ്രശ്നം സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഖുർആൻ ക്രോഡീകരണത്തിന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആശ്രയിച്ചിരുന്നത് കേവലം അറിവും മനഃപ്പാടം മാത്രമായിരുന്നില്ല, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് ചേർത്തിരുന്നത്. പക്ഷേ ഈ 2 സൂക്തങ്ങളിൽ ഹുസൈമയുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പി രേഖ കൊണ്ട് മാത്രം മതിയാക്കി. കാരണം മറ്റാരുടെയും അടുത്ത് അതിന് രേഖയുണ്ടായിരുന്നില്ല. ഇല്ലാത്ത രേഖ പിന്നെ ലഭിക്കില്ലല്ലോ. അതേസമയം സെയ്ദ് റളിയല്ലാഹു അൻഹു മറ്റു പലർക്കും ഈ 2 ആയത്തുകൾ കാണാപ്പാടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്തുകൾ പാരായണം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് സഹാബികൾ പറഞ്ഞത് അതിന് തെളിവാണ്. അപ്പൊ ഈ 2 ആയത്തുകൾ എഴുതി വെച്ചവർ ഹുസൈമയല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നത് മാത്രമാണ് ഇവിടുത്തെ ചർച്ച എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ വിഷയത്തിന്റെ കാതൽ എന്താ? ഇസ്ലാമിൻ്റെയും ഖുർആന്റെയും ന്യൂനതകളും കുറവുകളും ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന ഇത്തരം ശത്രുക്കൾ, തൽപര കക്ഷികൾ, അത് പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതി ഉറപ്പിക്കും. അത് സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തുകാർ തയ്യാറാക്കിയ മുസ്ഹഫിലെ ഒരൊറ്റ ആയത്തിൻ്റെയെങ്കിലും ക്രമത്തിലോ വാക്കുകളിലോ അക്ഷരങ്ങളിലോ വള്ളിപുള്ളികളിൽ പോലുമോ ഏതെങ്കിലും ഒരു സ്വഹാബി എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്വഹാബത്ത് ഇജ്മാ ആയി ഏകകണ്ഠമായി അംഗീകരിച്ച കാര്യമാണ് ഇത് എന്ന്. അപ്പോൾ രേഖ ഒന്നേ ഉള്ളൂ എന്നതുകൊണ്ട്, ഒരു രേഖ മാത്രം കണ്ടതുകൊണ്ട് ഖുർആൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് അത് ഖുർആൻ അല്ല എന്ന് പറയാൻ പറ്റൂല. രേഖ ഒന്നേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിൽ അത് ഖുർആനായിട്ട് തന്നെ മനഃപ്പാടം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നത് അവർക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സൂറത്ത് തൗബ ഇതോടെ അവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു എനിക്ക് ഒരുപാട് റബ്ബേ ഒരു സൂറത്ത് കൂടെ പഠിച്ച് പൂർത്തിയാക്കുന്ന അവസരം തന്നു. അൽഹംദുലില്ലാഹ് ശുക്ർ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണം തമ്പുരാനെ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. മുനാഫിക്കുകളെ കുറിച്ച്, കാപട്യത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ തൗഫീക്ക് നൽകണ തമ്പുരാനെ. നിഫാഖ് ഒഴിവാക്കി തന്നെ റബ്ബെ, മനസ്സ് നന്നാക്കി തന്നെ റബ്ബെ, ഇഖ്ലാസ് തരണ തമ്പുരാനെ. ഇനി ബാക്കിയുള്ള സൂറത്തും റാഹത്തായി പഠിച്ചു പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണം റബ്ബെ. ഞങ്ങളിതിനെ സഹായിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം തമ്പുരാനെ. മാതാപിതാക്കൾക്ക്, ഉസ്താദന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, മുസ്ലിങ്ങൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. രോഗൻ വസിയത്ത് ചെയ്ത ആൾക്ക് പുറത്തു കൊടുക്കണം. രോഗികൾക്ക് ശിഫ നൽകണം തമ്പുരാനെ. എല്ലാവരെയും നിന്റെ സ്വാലിഹ്യങ്ങൾ ചേർക്കണം. ഞങ്ങളെല്ലാം ആഖിറത്ത് നന്നാക്കണം തമ്പുരാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാഹ്, കൈവടിയല്ല തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما تفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقينا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.